വെള്ളരിക്കുണ്ട് സബ് പാർട്ടി ഓഫീസിൽ ഉദ്യോഗസ്ഥർ ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കണ്ടെത്തലിന് പിന്നാലെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആർടി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 2.5 ലക്ഷം രൂപയാണ് വിവിധ ഏജന്റുമാർ മുഖേന വെള്ളരിക്കുണ്ട് സബ് പാർട്ടി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഇത് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസും ആർടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് ആർടി ഓഫീസിന് മുന്നിലെത്തിയതോടെ വെള്ളരിക്കുണ്ട് ഇൻസ്പെക്ടർ കെ.പി. സതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. ഇതോടെ സമരക്കാർ ഓഫീസിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ചു. ഇവരെ തടയുന്നതിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. പ്രതിഷേധ യോഗം കോൺഗ്രസ് നേതാവും പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വെള്ളരിക്കുണ്ട് ആർടി ഓഫീസിനെ പറ്റി അപമാനമാകുന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 2.5 ലക്ഷം രൂപയിലധികം 2 ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പിടിക്കുകയുണ്ടായി. ഇന്നിവരെ രാവിലത്തെ സംസാരത്തിൽ കേട്ടു അത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന പൈസകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റബ്ബർ വിറ്റതിൻ്റെയും മറ്റ് ഉൽപ്പന്നങ്ങൾ വിറ്റതിൻ്റെ പൈസ ഇവിടെ വരാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല. 2.5 ലക്ഷം രൂപയോളം ഒരു 2 ഉദ്യോഗസ്ഥരുടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ രീതിയിൽ അതിൽ അനുമതി നടത്തിയിട്ടുണ്ട്. ഇത് അന്വേഷിക്കുന്നിടം വരെ ഇതിന് ആൾക്കാരെ പുറത്തു കൊണ്ടുവരുന്നവരെ പ്രതിഷേധ പരിപാടികളുമായിട്ട് യൂത്ത് കോൺഗ്രസ് പോകും. യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. രാജേഷ് തമ്പാൻ, വിനോദ് കപ്പിത്താൻ, ജോബിൻ ബാബു, ഷിബിൻ ഉപ്പിലിക്കൈ, യെബിൻ കമ്പല്ലൂർ, സന്ദീപ്, ജോബിൻ ജോസ്, അനൂപ് ഓർച്ച എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.